ഞങ്ങളുടെ ഡയമണ്ട് പിക് സീരീസ് എന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ ഞങ്ങളുടെ പല റെക്കമെൻഡേഷൻസും 500% വരെ റിട്ടേൺ നൽകിയിട്ടുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പോൾ എനിക്കൊരു കണ്ണൂരിൽ നിന്നൊരു ഒരു ക്ലയൻ്റ് ഉണ്ട്, വളരെ ഏജ്ഡായിട്ടുള്ള ക്ലയൻ്റ്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള അവരൊക്കെ ഫ്രണ്ട്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ എൻ്റെ എല്ലാ ഡയമണ്ട് പിക്സും ഒരു ഡയമണ്ട് പിക്കിന് 35,000 ഞങ്ങളുടെ ഫീസ് വരുന്നത് ഒരു റിപ്പോർട്ടിന്. അതെല്ലാം എടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മോർ ദാൻ 10 lakhs പ്രോഫിറ്റ് അദ്ദേഹം നേടുന്നുണ്ട്. ഏറ്റവും ചെറിയ പ്രായം ഏതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ? അങ്ങനെ ചെറിയ പ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പടി എന്താണ്? നമ്മൾ പാരൻസ് ഉണ്ടല്ലോ, പാരൻസ് നമുക്ക് ഒരു മകൻ അല്ലെങ്കിൽ മകൾ ജനിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പോർട്ട്ഫോളിയോ നമുക്ക് അവന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു കുട്ടി ജനിച്ച ആ വർഷം തന്നെ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അവനത് 95 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ ഇമ്പാക്റ്റോട് കൂടി അതായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ലേറ്റായി പോയി. അദാനിയുടെ കമ്പനികളിൽ ഞാൻ അദാനി പോർട്സ് എന്നുള്ള കമ്പനിയിൽ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഞാൻ അന്ന് ഒരു ഹിൻഡൻബർഗ് എന്നുള്ളൊരു ഇഷ്യൂ വന്നിട്ട് US ഒരു അദാനിക്ക് വലിയ പ്രശ്നമാകുന്നുണ്ട്, ആ സ്റ്റോക്ക് ക്രാഷ് ചെയ്ത് അന്ന് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിരുന്നു. ഈ അദാനി പോർട്ട് എന്നുള്ള കമ്പനി ഇത്രയധികം പോർട്ടുകൾ ഫിസിക്കലി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതിനെ ആര് വിചാരിച്ചാലും ഇതുപോലെ നശിപ്പിക്കാൻ പറ്റില്ല. ഇത് 530 rupees ട്രേഡ് ചെയ്യുകയാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ 100% പ്രോഫിറ്റ് കിട്ടുമെന്നിട്ട് വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ആ സ്റ്റോക്ക് 1500 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിലാണ് നമ്മൾ ജനിച്ചതെന്നുള്ളതൊരു മോശം കാര്യമായിട്ട് ഇൻഡസ്ട്രീസ് നടത്താനായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഏത് നല്ല ബിസിനസ്സുകാരൻ ഒരു ഇൻഡസ്ട്രി ചെയ്യുന്നുണ്ടോ അയാൾ ലിസ്റ്റ് ചെയ്യുന്ന അന്ന് മുതൽ നമുക്ക് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരമുണ്ട്. ഞാൻ ഏറ്റവും എൻ്റെ മനസ്സിൽ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുമ്പോൾ വരുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ആർ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക്സ്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് എത്രത്തോളം റിസ്ക്കിയാണ്? ഈ സെൻറ്റൻസ് ശരിക്കും അതിൽ എത്രത്തോളം ഉണ്ട് റിസ്ക്? അതിൽ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു വലിയ സെക്യൂരിറ്റി എന്ന് പറയണത് അതൊരു ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്സാണ് അത് മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് കുറേയധികം റൂൾസ് ഉണ്ടായിരിക്കും. ഇത്ര പെർസെൻറ്റേജ് നിഫ്റ്റി സ്റ്റോക്കുകളിൽ, നിഫ്റ്റിയുടെ 50 സ്റ്റോക്കുകൾ, അതായത് ഒരു സേഫ്റ്റി ഉള്ള സ്റ്റോക്കുകളാണ് ഈ നിഫ്റ്റി 50 സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അതിലൊരു പെർസെൻറ്റേജ് മിഡ് ക്യാപ്പിലേക്ക് ചെയ്യാം, അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ, ചെറിയ സ്റ്റോക്കുകളിലേക്ക് ചെയ്യാം എന്നുള്ള കുറേ റൂൾസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് മേക്കിംഗ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു കാര്യമാണ്. അതേസമയം ഒരു ഇമ്പൾസീവായിട്ടുള്ള ഒരു ഡിസിഷൻസ് ആയിരിക്കും പലപ്പോഴും ഒരു ഇൻഡിവിജ്വൽ മാനേജ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. പെട്ടെന്ന് മാർക്കറ്റ് താഴെ പോയി, ഇപ്പോൾ ഈവൻ കോവിഡിൻ്റെ ആ ഒരു വലിയ ക്രാഷിൽ കുറേയധികം പേര് സ്റ്റോക്കുകൾ പേടിച്ച് വിറ്റുപോയവരുണ്ട്. ഞങ്ങളൊക്കെ അന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ഭയന്ന് മാറേണ്ട കാര്യമില്ല, ഇതിനൊരു വാക്സിൻ വരും, അത് വരുന്നതോടുകൂടി മാർക്കറ്റൊക്കെ തിരിച്ചു വരും, ഇന്ത്യയുടെ ഏറ്റവും നല്ല സ്റ്റോക്കുകൾ വളരെ വിലക്കുറവിൽ ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നൊരു സമയമാണ്. നിങ്ങൾ ഒന്നുകിൽ വാങ്ങാൻ ധൈര്യമില്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ അതുപോലെ ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ഈ പ്രൈസൊക്കെ താഴ്ന്നു നിൽക്കുന്നത് ഒരു റിയൽ ലോസ് അല്ല, ഇതൊരു നോഷണൽ ലോസ് ആണ് എന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുകയുണ്ടായിരുന്നു. ഞാൻ ഈവൻ എനിക്ക് കോവിഡ് വന്നിട്ട് കുറച്ച് സിവിയറായി. അന്ന് പോലും ഞാൻ ഐസൊലേഷനിൽ അവിടെ ഇരിക്കുമ്പോൾ വീടിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് പോലും ഒരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആക്ച്വലി എനിക്ക് ബോധം പോലും പോകുന്ന രീതിയിലുള്ള സിറ്റുവേഷനിൽ ഞാനത് ചെയ്തതാണ്. കാരണം എൻ്റെ വീഡിയോ അന്ന് വളരെ ക്രിട്ടിക്കലാണ്. കാരണം ആ വീഡിയോസ് വന്ന് അത് കണ്ടതിന് ശേഷം പോർട്ട്ഫോളിയോ വിൽക്കാതിരുന്നതിന് ശേഷം എന്നെ വന്ന് കണ്ട കുറേയധികം പേരുണ്ട്. കാരണം അന്ന് വേൾഡിൽ മൊത്തം പാനിക്കാണല്ലോ, നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ ആ ഒരു സമയത്ത് ആ പീരീഡ് മാർക്കറ്റിൽ പിടിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും കോൺട്രേറിയൻ ആയിട്ടുള്ള സമീപനമാണ് ഒരു ഇൻവെസ്റ്ററെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനെപ്പോഴും വാറൻ ബഫേ എന്നുള്ള ഇൻവെസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മാർക്കറ്റിൽ ഇതുപോലെയുള്ള US ഓരോ ക്രാഷുകൾ, അവിടെ 2008 ഉണ്ടായിട്ടുള്ള വലിയ സബ്പ്രൈം ക്രൈസിസിന് മേലെ ക്രാഷ് വന്നപ്പോഴൊക്കെ
അദ്ദേഹം ഈ കോക്കോകോളയും അതുപോലെയുള്ള അമേരിക്കൻ എക്സ്പ്രസ് പോലെയുള്ള വലിയ കമ്പനികൾ ആർക്കും വേണ്ടാതെ താഴെ വന്ന് കിടക്കും ഇതുപോലെയുള്ള സമയത്ത്. അപ്പോൾ പുള്ളി വാങ്ങിക്കൂട്ടും. അങ്ങനെയാണ് അദ്ദേഹം ഇതുപോലെ വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ഇതുപോലെ നമുക്കിതിപ്പോൾ കോവിഡ് എന്നുള്ള ഒരു ക്രൈസിസ് നമുക്കാർക്കും ഇഷ്ടമില്ല. പക്ഷേ അങ്ങനെ ഒരു ക്രൈസിസിൽ വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രൈസ് താഴ്ന്ന സ്റ്റോക്കുകൾ വാങ്ങുക എന്നുള്ളൊരു അവസരം നമ്മൾ ഉപയോഗിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ക്രാഷ്. പക്ഷേ ആ ക്രാഷ് വന്നു കഴിഞ്ഞാൽ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ. അതാണ് പല വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം. ഈ മ്യൂച്വൽ ഫണ്ട്സും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേസിക്കലി മ്യൂച്വൽ ഫണ്ട്സ് ഇക്വിറ്റിയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 10,000 നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിലേക്കെന്ന് വിചാരിക്കുക. ഇതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കയ്യിൽ നിന്നും 10,000 രൂപ വെച്ച് മ്യൂച്വൽ ഫണ്ട് ഹൗസ് കളക്ട് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ICICIയുടെ മ്യൂച്വൽ ഫണ്ടുണ്ട്, HDFCയുടെ മ്യൂച്വൽ ഫണ്ടുണ്ട്, SBIയുടെ മ്യൂച്വൽ ഫണ്ടുണ്ട്. ഇവർ കളക്ട് ചെയ്തതിന് ശേഷം ഓരോ സ്കീമിലേക്കും ഇവർ ഈ ബൾക്ക് ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അവർ പ്രൊഫഷണലായിട്ടായിരിക്കും ഈ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആൾക്ക് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടെൻഷന് പേഴ്സണലി എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇക്വിറ്റിയിലേക്ക് തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിനിടയിൽ ഒരു പ്രൊഫഷണൽ മാനേജറുണ്ട്, ഒരു പ്രൊഫഷണൽ ടീമുണ്ട് നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുടെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട് അവിടെ. നോർമലി ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു 12 to 14% ഒക്കെ ആയിരിക്കും ഒരു വർഷത്തെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുണ്ടെങ്കിൽ. ഇക്വിറ്റിയിൽ പക്ഷേ നമ്മളൊരു സ്റ്റോക്കിൽ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരു അഡ്വൈസ് ചെയ്തിരുന്ന ഒരു കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള സ്റ്റോക്ക്, ആ സ്റ്റോക്ക് 80 നിന്ന് 700 വരെ പോയപ്പോൾ എത്ര % റിട്ടേണാണ് കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മൾ ആ സ്റ്റോക്കിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഡയമണ്ട് പിക് സീരീസ് എന്നുള്ള റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ ഞങ്ങളുടെ പല റെക്കമെൻഡേഷൻസും 500% വരെ റിട്ടേൺ നൽകിയിട്ടുള്ള റെക്കമെൻഡേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇക്വിറ്റിയിലേക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നോളേജ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന റിസർച്ച് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ 14% എന്നുള്ളതിനെ 100% അല്ലെങ്കിൽ 200% ഒക്കെ ആക്കി കൊണ്ടുവരാനുള്ള ആ ഒരു അവസരം കൂടെയാണ് ഇക്വിറ്റി മാർക്കറ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രൊഫഷണൽ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടുള്ള ചിലപ്പോൾ ഉള്ള ആ ഒരു ഡിസഡ്വാൻറ്റേജസ് കൂടെ ഉണ്ടാവും. പക്ഷെ അത് ഓവർ പീരിയഡ് ഒരു 3-4 വർഷം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൂടെയൊക്കെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ വൊളാറ്റിലിറ്റി ഇവിടുത്തെ ഒരു ഭാഗമാണ്. ആ വൊളാറ്റിലിറ്റി ഉണ്ടാകുന്നതിന് നമ്മൾ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുക, നല്ല സ്റ്റോക്കുകൾ വാങ്ങുക എന്നുള്ള ബേസിക് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ റിട്ടേൺസ് നമുക്കും ഈ 100%ലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ അയാൾക്ക് വേണ്ട ഒരു ഹാബിറ്റ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, സേഫായിട്ട് പോകാൻ അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ഇൻവെസ്റ്റർ ഒരുപക്ഷെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ചിലരൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവർ ഡെയിലി കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇതിലൊക്കെ ലോഗിൻ ചെയ്ത് നോക്കിയിരിക്കുന്നതൊക്കെ കാണും. ശരിക്കും പറഞ്ഞാൽ നല്ല ഇൻവെസ്റ്റർക്ക് എപ്പോഴും മാർക്കറ്റിനെ ഇതുപോലെ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ ആ ഡയമണ്ട് പിക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ഒരു 100% ഒക്കെ എങ്കിലും ഉയരാവുന്ന സ്റ്റോക്കുകളാണ് ഞങ്ങളത് പറയുന്നത്. അപ്പോൾ ഞങ്ങളൊരു സ്റ്റോക്ക്, പക്ഷേ ഞങ്ങൾ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ളൊരു സ്റ്റോക്ക് 80 rupeesന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം അത് ഇപ്പോൾ ഒരു 300 rupeesലേക്കാണ് ട്രേഡ് ചെയ്യുന്നത്. മോർ ദാൻ 300% പ്രോഫിറ്റിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾ ക്ലയൻസിന് നൽകുന്ന ഇടയ്ക്ക് ഞങ്ങളൊരു അപ്ഡേഷൻ കൊടുക്കും. ഇപ്പോൾ 80ക്ക് റെക്കമെൻഡ് ചെയ്ത ആ സ്റ്റോക്ക് ഇപ്പോൾ 120 ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 50% പ്രോഫിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഹോൾഡ് ഫോർ ദ ടാർഗറ്റ് എന്നുകൊണ്ട് അപ്ഡേഷൻ കൊടുക്കും. ഈ ഹോൾഡ് ഫോർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 160 ടാർഗറ്റ്, അതുവരെ ഹോൾഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഈ ഹോൾഡ് ഫോർ ടാർഗറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു റിസർച്ച് അനലിസ്റ്റ് ഞാനാണ്. കാരണം നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി 5% 10% വിൽക്കുകയാണെങ്കിൽ, പ്രോഫിറ്റ് ആകുമ്പോൾ വിൽക്കുകയാണെങ്കിൽ
അതിൽ നിന്ന് കുറേ കോസ്റ്റുകളുണ്ട്, ബ്രോക്കറേജും അതുപോലെ കുറേ ടാക്സുകളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ അതുപോലെ നമുക്ക് ഇൻകം ടാക്സും അടയ്ക്കണം. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്ന പ്രോഫിറ്റ് കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ സമയം നമ്മളൊരു സ്റ്റോക്കിൽ ഒരു 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് 100% പ്രോഫിറ്റിൽ വെക്കുമ്പോൾ 5 lakhs പ്രോഫിറ്റ് വരുന്നുണ്ട്. അതിൽ നിന്ന് എല്ലാ കോസ്റ്റുകളും ടാക്സും ഒക്കെ പോയിട്ടൊരു 30,000 പോയാലും നമുക്ക് 4,70,000 നമ്മുടെ ആ ക്യാപിറ്റലിനോടുകൂടി ആഡ് ചെയ്യാണ്. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പല വർഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഈവൻ അഡീഷണൽ ചെയ്തില്ലെങ്കിൽ 5 lakhs 50 lakhsലേക്കൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടുള്ള പ്രോസസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ട ഒരു കാര്യം. ഇതിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ എല്ലാ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ റിലയൻസിൻ്റെ പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും അദാനി ഗ്രൂപ്പിൻ്റെ പ്രൊമോട്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ലോക്കലായിട്ടുള്ള ഏതെങ്കിലും കമ്പനികൾ, ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ മണപ്പുറം എന്നുള്ള കമ്പനി, ആ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിലൊന്നാണ് മണപ്പുറം ഫിനാൻസ് എന്നുള്ള ഗോൾഡ് ലോൺ കമ്പനി എന്നുള്ളത്. ഇവരൊക്കെ ചെയ്യുന്നത് ഇതുപോലെ പലപ്പോഴും ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തവർക്കാണ് പലപ്പോഴും ഇതുപോലെയുള്ള റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോൾഡിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വാങ്ങിയ സ്റ്റോക്ക് കുറേ റിട്ടേൺ തന്നു എന്ന് പറഞ്ഞ് നമ്മളത് വിറ്റ് കളയേണ്ട കാര്യമില്ല. ഞാനെപ്പോഴും എൻ്റെ ക്ലയൻസിനോട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ ഡയമണ്ട് പിക്ക് എന്നുള്ള സ്റ്റോക്ക് 100% ആകുമ്പോൾ 5 lakhs ഇൻവെസ്റ്റ് ചെയ്ത് 10 lakhs ആയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതിൽ പകുതി ക്വാണ്ടിറ്റി വിറ്റാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 5 lakhs നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഈ 5 lakhs എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് പലപ്പോഴും പലർക്കും 500%ലേക്ക് പ്രോഫിറ്റിൽ പോയിട്ടുണ്ട്. ഈ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിൽ നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല, കാരണം നമ്മുടെ ക്യാപിറ്റൽ പോർഷൻ ഇല്ല അതിൽ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക്കിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ റിസ്ക്കിയാണ്, പക്ഷേ ഈ റിസ്കിനെ കുറയ്ക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറേ അവസരങ്ങളുണ്ട് നമുക്കിതുപോലെയുള്ളത്. നമ്മൾ പ്രോഫിറ്റ് പോർഷനിൽ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ വളർന്നു വരട്ടെ, നമുക്ക് റിസ്ക് ഇല്ലല്ലോ. അപ്പോൾ റിസ്കിനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ ആ റാലി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരിക്കൽ നമ്മൾ ആ സക്സസിൻ്റെ ടേസ്റ്റ് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശരിയായിട്ടുള്ള വിജയത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നത്. സാറിൻ്റെ പാഷൻ, സാറിൻ്റെ വാക്കുകൾ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൽ സാർ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ നമുക്ക് കാണാമല്ലോ. അതിപ്പം വലിയ ബിസിനസ്സുകാർ സ്കെയിലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ റിലയൻസിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞുകൊണ്ടും കൂടെ ഞാനത് പറയുന്നത്, ദേ ഡൈവേഴ്സിഫൈ. അവർ തുടങ്ങിയത് എന്തിലാണെങ്കിലും അവരിപ്പോൾ എത്തി നിൽക്കുന്നത് എന്തിലാണ്, അവർ എന്തിലോട്ടാണ് എത്താത്തത്, അവരങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഓപ്ഷൻ കൂടിയാണോ ഈ സ്റ്റോക്ക് മാർക്കറ്റ്? അത് വളരെ ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബിസിനസ്സുകാരൊക്കെ ശരിക്കും സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ടൗണിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ബിസിനസ് കുറേ വർഷങ്ങളൊക്കെ ആയിട്ട് നടത്തുന്നത്. ഒരു പക്ഷേ അവരുടെ പാരൻസൊക്കെ ആയിട്ട് നടത്തിയിരുന്ന ഒരു സ്ഥാപനമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നോളേജും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ കുറേ ടാക്ടിക്സും പിന്നെ ഒരു ക്ലയൻറ്റ് ബേസൊക്കെ ഉള്ളതുകൊണ്ടാണ് അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു സമയത്തായിരിക്കും ഇദ്ദേഹത്തിനൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ വരുന്നത്. അത് നാച്ചുറലാണ്. നമുക്ക് ഒരുപക്ഷെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നുണ്ടായിരിക്കും. നമുക്ക് ടെക്സ്റ്റൈൽസിൽ പല വലിയ ഭീമന്മാരുടെയൊക്കെ ഷോപ്പുകളൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളിത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരുപക്ഷെ ഒരു ജ്വല്ലറി സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ജ്വല്ലറി സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. അതിൽ ഇൻവെൻട്രി മാനേജ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ അതിൻ്റെ പർച്ചേസും അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും, അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ബേസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ജ്വല്ലറിയിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ സക്സസ് ആയ ആൾ ജ്വല്ലറി ഇതിൻ്റെ ബേസിൽ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 80% ഫെയിലിയർ ആകാറുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അതേസമയം അവിടെ എക്സ്പീരിയൻസ് ഇല്ല. അതേസമയം ഇദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പോലെ തന്നെ രാകേഷ് ജുഞ്ചുമാല എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റേഴ്സാണ് അദ്ദേഹം 50,000 രൂപയായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട് അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ 1 ലക്ഷം കോടി ഉണ്ട്.
അത്ര അതിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകിയത് ടൈറ്റാൻ എന്നുള്ള കമ്പനിയാണ്. അത് 8 രൂപ മുതൽ അത് സ്റ്റോക്ക് വാങ്ങിയതിരുന്നാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു 8 crores ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ 10,000 കോടിയിലേക്കൊക്കെ ഗ്രോ ചെയ്തത് ഇതുപോലെ അദ്ദേഹത്തിന് ആ ബിസിനസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ടൈറ്റാൻ എന്നുള്ള കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങാം. കാരണം അതിൻ്റെ ഡെയിലി മാനേജ്മെൻറ്റിൽ ഇദ്ദേഹം യാതൊരു വിധത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട. ഈ കമ്പനിക്ക് ഓൾറെഡി അതിൽ ടൈറ്റാൻ ഓൾറെഡി ഈ ജ്വല്ലറി ബിസിനസ്സിൽ എക്സ്പെർട്ടൈസ് ഉണ്ട്. അതിൽ വേണ്ട ഒഫീഷ്യൽസ് ഉണ്ട്, അതിനുള്ള ബ്രാഞ്ചസും ഇതെല്ലാ കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവർ ഡൈവേഴ്സിഫൈഡ് ആണ്. പല വാച്ചുകളിലേക്കും അങ്ങനെയൊക്കെ ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ടും ഈ സ്റ്റോക്കിൽ ടൈറ്റാൻ എന്നുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും സക്സസ് ആവും. അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ കല്യാണം എന്നുള്ള ആ ജ്വല്ലറി ബിസിനസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. പലപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മൾ ആ സക്സസ്ഫുൾ ആകുന്ന ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ ബിസിനസ്സിലൊരു ഡിസ്ട്രപ്ഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ സമയത്തേക്ക് വേണ്ടി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ലിസ്റ്റഡ് നല്ല കമ്പനികളിലേക്ക് ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ ഒരു കമ്പനിയിലേക്ക് ഒരു 1 crore അല്ലെങ്കിൽ 2 crore ഇൻവെസ്റ്റ് ചെയ്ത് ഇതുപോലെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഒരു സെക്ടറിലേക്ക് ആവണമെന്നില്ല, 4-5 സെക്ടറിലേക്കൊക്കെ മാറാം. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഇന്ത്യയിൽ കണ്ട ഏറ്റവും വലിയ ചേഞ്ചാണ് ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്. ഡിഫൻസ് സെക്ടറിൽ നമുക്കൊരു കമ്പനി തുടങ്ങാൻ പറ്റില്ലല്ലോ, പക്ഷേ അവിടെ ഇങ്ങനെയുള്ള കമ്പനി, ഈവൻ കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. അതിലൂടെ കുറേ അധികം പേർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഓപ്പണായിട്ട് ചിന്തിക്കുക, നമുക്ക് അറിയുന്ന കാര്യത്തിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുക. പക്ഷേ എന്തെങ്കിലും ഒരു ഡിസ്ട്രപ്ഷനൊക്കെ നമ്മളിപ്പോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെയുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 5 മിനിറ്റ് പോലും നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല. ഒരു ക്വാർട്ടർലി റിസൾട്ട്സൊക്കെ വരുമ്പോൾ നമുക്കൊരു 1 മണിക്കൂർ തൊട്ട് അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പോഴെങ്കിലും ആ കമ്പനിക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം വരുന്നു എന്നുണ്ടെങ്കിൽ ആ നിമിഷത്തിൽ നമുക്ക് ആ കമ്പനിയിലെ സ്റ്റോക്ക് വിറ്റ് മാറാൻ സാധിക്കും എന്നുള്ളതും മറ്റൊരു അഡ്വാൻറ്റേജ് കൂടിയാണ്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കാതെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അത് ലോങ് ടേം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്? ഷോർട്ട് ടൈമും അല്ലെങ്കിൽ മീഡിയം ടൈം അല്ലെങ്കിൽ ലോങ് ടൈം, ഇങ്ങനെ 3 ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് നമുക്ക് ചെയ്യുന്നതിൽ നമ്മൾ നോർമലി ഒരു ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പറയാം. ഇപ്പോൾ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഒരു 3 months വരെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഷോർട്ട് ടൈമിൽ ചെയ്ത് ചില സ്റ്റോക്കുകൾ, ഇപ്പോൾ ഞങ്ങൾ തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്ന നാഷണൽ അലുമിനിയം എന്നുള്ള സ്റ്റോക്ക് ഒരു 40% റിട്ടേൺ കഴിഞ്ഞൊരു 2 മാസത്തിൽ തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെറ്റൽസ് സ്റ്റോക്കുകളിലൊക്കെ വലിയ റാലിയൊക്കെ നടക്കുന്ന ഒരു സമയത്ത് അങ്ങനെ നമുക്ക് വലിയ അവസരങ്ങൾ ചെറിയ പീരീഡിലേക്ക് ലഭിക്കുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുന്നതിൽ തെറ്റില്ല. മീഡിയം ടൈം എന്ന് പറയുന്ന ഒരു 1 year to 2 year പീരീഡിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അതും നമുക്ക് ഒരു പോർഷൻ നമുക്ക് അങ്ങനത്തെ സ്റ്റോക്കുകളിലേക്കും നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്ക് 3 വർഷമോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ലോങ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊണ്ടുവരാനും പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും ഇത് പ്രാക്ടിക്കലി ഇടയ്ക്കിടയ്ക്കൊന്ന് വിറ്റ് വാങ്ങിയില്ലെങ്കിൽ പലർക്കും ഒരു ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 2 കൊല്ലമൊക്കെ ഹോൾഡ് ചെയ്യാൻ തന്നെ ഞങ്ങളുടെ ക്ലയൻസിനെ കൊണ്ടൊക്കെ ഞങ്ങളത് ഹോൾഡ് ചെയ്യാൻ തന്നെ അഡ്വൈസ് ചെയ്ത് മടുക്കാറുണ്ട്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം മാർക്കറ്റ് ഒന്ന് ഒരു കൺസോളിഡേറ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു പീരീഡായിരുന്നു. അതായത് ഒരു വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമുക്കറിയാം, ഒരു 5 വർഷത്തോളം കോവിഡിന് ശേഷം മാർക്കറ്റ് വലിയ റാലി നടത്തിയതാണ്. അപ്പോൾ അതിന് ശേഷം ഒന്നൊരു റെസ്റ്റിംഗ് പീരീഡ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പീരീഡിൽ നമ്മളിത് ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോൾ വലിയൊരു ബോറിംഗ് പീരീഡാണത്. അതുകൊണ്ട് തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമുക്ക് മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്ത് കൊണ്ടുനടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഒരു ഇൻവെസ്റ്റർ തന്നെ അതിന് തയ്യാറായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്റ്റോക്കുകളൊക്കെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈമിലോ അല്ലെങ്കിൽ മീഡിയം ടൈമിലൊക്കെ കുറച്ചുകൂടെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ വർഷവും നല്ല റിട്ടേണൊക്കെ നേടാനായിട്ടുള്ള അവസരങ്ങൾ മാർക്കറ്റ് തരുന്നുണ്ട്.
പക്ഷേ ഈ കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് ഈ ലോങ് ടേമിലോട്ട് വരുമ്പോഴല്ലേ. അപ്പോൾ ഈ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് ശരിക്കും ഒരു ഇൻവെസ്റ്ററെ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ അത് നമ്മൾ എത്രത്തോളം മുന്നിൽ കാണണം, എങ്ങനെയൊക്കെയാണത്? നമ്മൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടൈംസിൽ കോമ്പൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നതിനെയാണ് പലപ്പോഴും നമ്മൾ ഒരു മീൻ ചെയ്യുന്നത്. അതിലും അവർ സ്റ്റോക്കുകൾ അവർ ചേൺ ചെയ്യണ്ടാവും. ചേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റോക്കുകൾ ഏതെങ്കിലും പ്രോഫിറ്റൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ലോസിലേക്ക് പോകുന്ന സ്റ്റോക്കുകളൊക്കെ അവർ സെല്ല് ചെയ്ത് പുതിയ സ്റ്റോക്കുകളെ അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ് ഈ ചേൺ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഇത് നടക്കുന്നുണ്ടാവും. നമ്മുടെ ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോയിലാണെങ്കിലും നമ്മുടെ ഒരു 1 crore പോർട്ട്ഫോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു ചില സ്റ്റോക്കുകൾ നമ്മൾ നല്ലൊരു പ്രോഫിറ്റിലാകുമ്പോൾ നമ്മൾ വിൽക്കാം. നല്ല പ്രോഫിറ്റിലായി കഴിയുമ്പോൾ നമ്മളതിന് വിറ്റ് കഴിഞ്ഞാൽ വേറെ നല്ല ഇതിലും കൂടുതൽ റിട്ടേൺ പൊട്ടൻഷ്യലുള്ള വേറെ സ്റ്റോക്കുകൾ കാണുമ്പോൾ നമ്മളത് വിറ്റ് വേറെ സ്റ്റോക്കുകളിലേക്ക് മാറുന്നതിലൊന്നും തെറ്റില്ല. അതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് മാറുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്രോ ചെയ്യുന്ന ഒരേ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരേപോലെ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് നേടുന്നതിനെ അല്ല കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളൊരു 50% പ്രോഫിറ്റ് ആഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് 1.5 കോടിയായി. ഈ 1.5 കോടി നമ്മൾ ഇതേ സ്റ്റോക്കുകളിൽ തന്നെ ആവണമെന്നില്ല അടുത്ത വർഷം നമ്മൾ പ്രോഫിറ്റ് നേടാൻ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഈ 50% കിട്ടുകയാണെങ്കിൽ 1.5 കോടിയിൽ 50% ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതേ സ്റ്റോക്കുകളാവില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഇമ്പാക്റ്റ് ലോങ് ടൈമിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോന്ന് മാക്സിമം എമൗണ്ട് വിഡ്രോ ചെയ്യാതെ ഹോൾഡ് ചെയ്യുക, അതിനെ നമ്മൾ ഇതിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ള ആ പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം സാർ ഇത്രയും വർഷം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. പല പല തരത്തിലുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ടാവും. വീട്ടമ്മമാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ ബിസിനസ്സുകാർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇപ്പം NRIs ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സാർ കണ്ടിട്ടുള്ള 1-2 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിട്ടേൺ സ്റ്റോറീസ് പറയാമോ? എനിക്ക് പലരുടെയും ഫീഡ്ബാക്സുകൾ കിട്ടുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, പല വീട്ടമ്മമാരായിട്ടുള്ളവരൊക്കെ പലർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മകളുടെ MBAയുടെ ഫീസ് ഈ പ്രാവശ്യം അടയ്ക്കാനായിട്ട് ഈ പ്രോഫിറ്റിൽ നിന്ന് സാധിച്ചു. അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് ഇത് വലിയൊരു സപ്പോർട്ടായി. അങ്ങനെയൊക്കെയുള്ള കുറേ ലേഡീസിൻ്റെയൊക്കെ കുറേ കമൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ലൈഫിലൂടെ പോകുന്നു. ഇപ്പോൾ എനിക്കൊരു കണ്ണൂരിൽ നിന്നൊരു ക്ലയൻ്റ് ഉണ്ട്, വളരെ ഏജ്ഡായിട്ടുള്ള ക്ലയൻ്റ്. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയൊക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള അവരൊക്കെ ഫ്രണ്ട്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമൊക്കെ എൻ്റെ എല്ലാ ഡയമണ്ട് പിക്സും ഒരു ഡയമണ്ട് പിക്കിന് 35,000 ഞങ്ങളുടെ ഫീസ് വരുന്നത് ഒരു റിപ്പോർട്ടിന്. അതെല്ലാം എടുത്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് മോർ ദാൻ 10 lakhs പ്രോഫിറ്റ് അദ്ദേഹം നേടുന്നുണ്ട്. അത്രയും കോൺഫിഡൻ്റ് ആണ് അദ്ദേഹം. അതിനുശേഷം പലപ്പോഴും എനിക്ക് താങ്ക്സ് പറഞ്ഞ് മെസ്സേജൊക്കെ അയക്കുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ഒരു ഏജ് കഴിഞ്ഞ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും ഓരോ പ്രോഫിറ്റ് കിട്ടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇന്ന കാര്യം ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ മകളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു എവിടെയെങ്കിലും ഒരു അഡ്മിഷന് വേണ്ടി പൈസ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അദ്ദേഹം അത് ആ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നതാണല്ലേ. ഇപ്പം ഞാൻ വോറൻ ബഫയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം 95 വയസ്സിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 31 റിട്ടയർ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു 95 വയസ്സ് വരെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം നമ്മൾ വലിയ ഹ്യൂജ് എഫർട്ടൊന്നും വേണ്ട ഒരു സ്റ്റോക്ക് വാങ്ങി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സ്റ്റാഫും അവരും ഒക്കെ മാനേജ് ചെയ്തോളും. അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ബാംഗ്ലൂരിൽ നിന്നൊരു ലേഡി ക്ലയൻ്റ് ഉണ്ട്. അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അവർ എൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നത് കുറച്ച് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യിക്കാനാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഞാനൊരു 5 ഫണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു 25,000 എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് ചെയ്തു തുടങ്ങിയതിന് ശേഷം അവർ മേജർ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ ആളുടെ ഫ്രണ്ട്സ് എല്ലാവരും 15-ാം തീയതി ആകുമ്പോഴേക്കും അവരുടെ എല്ലാം കയ്യിൽ ഫണ്ട് തീരും. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് കടം മേടിക്കും ഇവരെല്ലാവരും.
കാശ് വാങ്ങിക്കഴിഞ്ഞാൽ ആരും തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം 1-ാം തീയതി ഇവർക്കൊരു ലാസ്റ്റ് മന്തിൻ്റെ ലാസ്റ്റ് ഡേയിലാണ് സാലറി വരുന്നത്. അപ്പോൾ എല്ലാ മന്തിലും ഒരു 1-ാം തീയതി ഒരു 25,000 SIPകളിലേക്ക് ഇങ്ങനെ കട്ടായി പോകാവുന്ന രീതിയിൽ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായി പേയ്മെൻറ്റ് പോവും. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അപ്പോൾ ആളുടെ കടം കൊടുക്കാൻ പൈസയില്ല. അങ്ങനെ കുറച്ച് നാളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ എന്നെ വിളിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ പോർട്ട്ഫോളിയോ 45 lakhsലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലും പോയിക്കൊണ്ടിരുന്നൊരു പൈസയാണ്. അപ്പോൾ അത് ആ ഒരു 45 lakhs ഇപ്പോൾ ആൾ ഓൾറെഡി ഇപ്പോൾ ഒരു എറണാകുളത്തൊരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ട്. അതിലൊരു വീട് വയ്ക്കാവുന്ന രീതിയിലേക്കുള്ള ഫണ്ടായി വരികയാണ്. അത് വേസ്റ്റായി പോയിക്കൊണ്ടിരുന്ന ഫണ്ടാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് മാത്രമല്ല, അതിലേക്ക് എല്ലാ വർഷവും അതിൽ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഈ കോമ്പൗണ്ടിങ് എഫക്റ്റ് കൂടെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ പലരുടെ ലൈഫിൽ എനിക്ക് എൻ്റെ ഈ എഡ്യൂക്കേഷൻ നോളേജും അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ പല ചെറിയ ആൾക്കാരാണെങ്കിലും അവരെ ബിൽഡ് ചെയ്ത് ഒരു 1 crore പോർട്ട്ഫോളിയോ എത്തിക്കാൻ സാധിക്കുമ്പോൾ കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. അതാണ് ഞാൻ സത്യത്തിൽ ഇപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ആണ് എൻ്റെ മേജറായിട്ടുള്ള ഇൻകം. പക്ഷേ എനിക്ക് പ്രോഫിറ്റ് നേടാൻ മാത്രമല്ല ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. മലയാളികൾക്ക് ഇതിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു പോസിറ്റീവ് ആംഗിൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ഫാമിലിയിലോ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഇത് നഷ്ടം വന്ന കഥകളായിരിക്കും എല്ലാവരും പറയുന്നത്. അവിടെ ട്രേഡ് സ്പെക്കുലേറ്റ് ചെയ്തിട്ടാണ് നഷ്ടം വന്നിട്ടുള്ളത്. നിങ്ങൾ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ജീവിതത്തിൽ സ്പെക്കുലേറ്റ് ചെയ്തിട്ട് ലാഭം നേടിയ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വളരെ കുറവേ ഉണ്ടാവുള്ളൂ അല്ലേ? ഞാൻ നഷ്ടകഥകളെ കേട്ടിട്ടുള്ളൂ. അല്ല, സ്റ്റോക്ക് മാർക്കറ്റിലല്ല പറയുന്നത്, മറ്റുള്ള കാര്യങ്ങളിൽ സ്പെക്കുലേറ്റ് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ചെയ്തിട്ട് നഷ്ടം വന്നു എന്ന് പറയുന്നില്ല യാതൊരു അത്രയില്ല. അതാണ്. അപ്പം ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പോണതിന് മുന്നേ, ഇപ്പം 95 വാറൻ ബഫറ്റ് പുള്ളി റിട്ടയർ ചെയ്തായിരുന്നു നമ്മൾ സംസാരിച്ചു. പക്ഷേ ഞാൻ നേരെ തിരിച്ചു പോവാം. ഏറ്റവും ചെറിയ പ്രായം ഏതാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ? അങ്ങനെ ചെറിയ പ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പടി എന്താണ്? അതിൽ ഞാൻ ഇപ്പോൾ വാറൻ ബഫയുടെ കാര്യം തന്നെ പറഞ്ഞാൽ അദ്ദേഹം പേഴ്സണലി അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നത് 11ാമത്തെ വയസ്സിലാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ജോലിയൊക്കെ കിട്ടി ഒരു സെറ്റിലായി ഒന്ന് സേവ് ചെയ്ത് തുടങ്ങുന്ന സമയം ഇപ്പോൾ IT-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 25 നമുക്ക് ചെയ്യാൻ 22 വെച്ച് തുടങ്ങാം. അവിടെയല്ല തുടങ്ങേണ്ടത്. നമ്മൾ പാരൻസ് ഉണ്ടല്ലോ, പാരൻസ് നമുക്ക് ഒരു മകൻ അല്ലെങ്കിൽ മകൾ ജനിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പോർട്ട്ഫോളിയോ നമുക്ക് അവന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു കുട്ടി ജനിച്ച ആ വർഷം തന്നെ നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അവനത് 95 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ കോമ്പൗണ്ടിങ്ങിൻ്റെ ഇമ്പാക്റ്റോട് കൂടി അതായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ലേറ്റായി പോയി. അല്ല, ഞാൻ ഇനി വരുന്ന ആൾക്കാരെങ്കിലും അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ലേറ്റായാലും ഞാൻ പറയുന്നത് ഈ വാറൻ ബഫയുടെ ആൾ 11ാമത്തെ വയസ്സിൽ തുടങ്ങിയെന്നുണ്ടെങ്കിലും കുറേ ക്യാപിറ്റൽ ബിൽഡ് ചെയ്ത് വന്നതിന് ശേഷം 50ാമത്തെ വയസ്സിന് ശേഷമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ പിന്നീടുള്ള സ്ട്രെച്ച് വലിയ ഹ്യൂജ് ലീപ്പുകളായിരിക്കും കോമ്പൗണ്ടിങ് നടത്തുന്നത് പിന്നീട് വരുമ്പോൾ. അപ്പോൾ എവിടെയും ലേറ്റ് അല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അവിടെയൊക്കെ കൂടുതൽ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഞാൻ പാരൻസിന് അഡ്വൈസ് ചെയ്യുന്നത് പലപ്പോഴും 18 വയസ്സാകാത്ത ഒരാൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടും എല്ലാം ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ചില ബ്രോക്കേഴ്സ് അതിനും ഇപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അവരുടെ പേരിൽ ചെയ്തു കൊടുക്കുന്നതിൽ കുറച്ച് റിസ്ക്കുകളും ഉണ്ടാവും. ഒരു പക്ഷേ ആദ്യം തുടങ്ങുന്നത് ട്രേഡിങ്ങിലേക്കായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു സെപ്പറേറ്റ് നമുക്കിപ്പോൾ ഒരു ജീവിതത്തിലൊരു അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് HDFC സെക്യൂരിറ്റിയിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത് മകന് മാത്രമുള്ളത് എന്ന് പറഞ്ഞ് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. എൻ്റെ മകൾക്ക് ഞാൻ നേരത്തെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നതാണ്. അത് നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് അത് അവരിൽ ഡെയിലി അതിൻ്റെ ഒന്ന് ലോഗിൻ ചെയ്ത് അതിൻ്റെ മൊബൈലിൽ തന്നെ ലോഗിൻ ചെയ്ത് അതിൽ വരുന്ന കൂടുതലും കുറവിലൊക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാർക്കറ്റിൻ്റെ ഒരു പൾസ് കുറച്ച് കഴിയുമ്പോൾ ലഭിക്കും. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് അവർ വരും.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതൊന്നും പഠിപ്പിക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ട്രേഡിങ്ങിൽ വലിയ രീതിയിൽ കാശ് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതൊക്കെ പഠിച്ച് അവിടെ പോയി ചെയ്ത് നമ്മളൊരു പക്ഷേ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന വെൽത്ത് ഇതിലൂടെയൊക്കെ കളഞ്ഞെന്നില്ല. അതെ, ഈ വഴി ഉണ്ടാക്കുന്ന ഈ പൈപ്പിൽ കൂടെ നമ്മളിതൊന്നും പഠിക്കരുതെന്ന് വെച്ച് മാറ്റിക്കൊണ്ടാടുന്നാൽ ചിലപ്പോൾ അവർ പോയി ചാടുന്നത് അതിനേക്കാളും വലുത്. അപ്പോൾ ഇതിൽ പോസിറ്റീവ് സൈഡ് പഠിപ്പിച്ചു കൊടുക്കുക, നെഗറ്റീവ് സൈഡ് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ചെയ്യാതിരിക്കാൻ അവർ മാക്സിമം അവർ എന്താ പറയുക, ഒരിക്കലും ചെയ്യരുതെന്നുള്ള അവർ അഡ്വൈസ് ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുക. അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുത്താൽ അടുത്ത ജനറേഷനെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ പ്രോഫിറ്റ് നേടുന്ന ഒരു ജനറേഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സാർ എന്തായാലും ഒരാളെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വഴിയിലോട്ട് നയിച്ചിട്ടുണ്ട്. ബാക്കി എത്ര പേര് ഇത് കണ്ടുവരും എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഒരു പോയിൻ്റൂടെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ കേരളത്തിൽ നമുക്കറിയാം കുറേ ഇൻഡസ്ട്രീസ് വരുന്നില്ല, അതുപോലെ ഇവിടെ ബിസിനസ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ നമുക്ക് കേരളത്തിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിലുള്ള ഏത് ബിസിനസ്സും ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയിലും നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കേരളത്തിൽ ബിസിനസ് കുറവാണെന്നുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ അദാനിയുടെ കമ്പനികളിൽ, ഞാൻ അദാനി പോർട്സ് എന്നുള്ള കമ്പനിയിൽ ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഞാൻ അന്ന് ഒരു ഹിൻഡൻബർഗ് എന്നുള്ളൊരു ഇഷ്യൂ വന്നിട്ട് US-ലെ ഒരു അദാനിക്ക് വലിയ പ്രശ്നമാകുന്നുണ്ട്, ആ സ്റ്റോക്ക് ക്രാഷ് ചെയ്ത് അന്ന് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിരുന്നു. ഈ അദാനി പോർട്ട് എന്നുള്ള കമ്പനി ഇത്രയധികം പോർട്ടുകൾ ഫിസിക്കലി ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇതിനെ ആര് വിചാരിച്ചാലും ഇതുപോലെ നശിപ്പിക്കാൻ പറ്റില്ല. ഇത് 530 rupees ട്രേഡ് ചെയ്യുകയാണ്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ 100% പ്രോഫിറ്റ് കിട്ടുമെന്നിട്ട് വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ആ സ്റ്റോക്ക് 1500 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് അദാനിയും കൂട്ടുപിടിച്ച് കാശുണ്ടാക്കാം, അല്ലെങ്കിൽ റിലയൻസിനെയും പിടിച്ച് കാശുണ്ടാക്കാം നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ കേരളത്തിലാണ് നമ്മൾ ജനിച്ചതെന്നുള്ളതൊരു മോശം കാര്യമായിട്ട് ഇൻഡസ്ട്രീസ് നടത്താനായിട്ടൊന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. ഏത് നല്ല ബിസിനസ്സുകാരൻ ഒരു ഇൻഡസ്ട്രി ചെയ്യുന്നുണ്ടോ അയാൾ ലിസ്റ്റ് ചെയ്യുന്ന അന്ന് മുതൽ നമുക്ക് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരമുണ്ട്. പിന്നെ ഒരു പ്രൊമോട്ടറുടെ ഇൻറ്റഗ്രിറ്റി നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് എന്നുള്ള ആ കമ്പനിയുടെ പ്രൊമോട്ടർ CJ ജോർജ് സാറും, അതുപോലെ മണപ്പുറം ഫിനാൻസിൻ്റെ പ്രൊമോട്ടർ VP നന്ദകുമാർ സാറും, അതുപോലെ നമുക്കറിയാം V-Guardൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള കൊച്ചൗസ് ചിറ്റലപ്പള്ളിയൊക്കെ. ഇവരൊക്കെ ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പലരുടെയും കൂടെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇവരൊക്കെയും വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ഇൻകം ടാക്സ് അടയ്ക്കും. ഒരു ബിസിനസ് നമ്മൾ സ്കെയിലപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ഒന്നും വെട്ടിക്കാൻ പോകാതെ കൃത്യമായിട്ട് അത് അടയ്ക്കുക. അതുപോലെ ഇപ്പോഴത്തെ രീതിയിൽ GST ഒക്കെ അടയ്ക്കുകയാണെങ്കിലാണ് അവർക്ക് ബാങ്കിലെ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാൻ ഇന്ത്യ ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുള്ളൂ. അങ്ങനെ പാൻ ഇന്ത്യയൊക്കെ പോകുമ്പോഴാണ് ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് 150 crores പോപ്പുലേഷനുള്ള കൺട്രിയിലാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനി വലുതാവും, ആ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസും മുകളിലേക്ക് പോകും, അതിൽ നിന്നും ബെനിഫിറ്റ് ലഭിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു പ്രൊമോട്ടർ കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ആ പ്രൊമോട്ടറുടെ ഇൻറ്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു കമ്പനി സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം. സാർ ഇതൊക്കെ നോക്കാറുള്ള ഒരാളല്ലേ? തീർച്ചയായും. അല്ലെങ്കിൽ സാറിനെ പോലെ ഒരാളുടെ അടുത്ത് വന്നാലും പോരെ? തീർച്ചയായിട്ടും. നിങ്ങളാ പണി എടുക്കുന്നുണ്ടല്ലോ, വരേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ സാർ ഒരുപാട് അറിവുകളാണ് തന്നത്. ഒരു SIP പോലും ഇല്ലാത്ത ഞാൻ എന്നെ ലജ്ജയോടുകൂടി നോക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ആദ്യം തന്നെ ഞാൻ ഒട്ടും വൈകിട്ടില്ല. ഇല്ല, എനിക്കും മോനും എല്ലാം SIPs സ്റ്റാർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ സാർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അമേസിങ് ടോക്ക്. താങ്ക് യു സാർ. താങ്ക് യു.